ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒരു കുറിവാക്യമായിട്ട് നാം വായിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ 29-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. വെളിപ്പാട് മതി. വെളിപ്പാടില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. എന്നിട്ട് പിന്നെ നാം വായിച്ചത് ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാനെന്നാണ്. ഞാൻ ആ പുതിയ ഭാഷാന്തരത്തിൽ ആ വചനം വായിച്ച് കേൾപ്പിക്കാം. അതിങ്ങനെയാണ്: ദൈവിക നിർദ്ദേശങ്ങൾ ഇല്ലാത്തിടത്ത് ജനം നിയന്ത്രണരഹിതരായി ജീവിക്കുന്നു. എന്നാൽ ന്യായപ്രമാണം പാലിക്കുന്നവർ അനുഗ്രഹീതരാണ്. നമ്മളാ വചനം ശ്രദ്ധിക്കണേ. ദൈവിക നിയന്ത്രണം നിർദ്ദേശങ്ങൾ ഇല്ലാത്തിടത്ത്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും എന്താ ആവശ്യമുണ്ട്? ദൈവികമായ നിർദ്ദേശങ്ങൾ ആവശ്യമുണ്ട്. പ്രിയമുള്ളവർ, ഇപ്പോൾ ദൈവവചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവികമായ നിർദ്ദേശങ്ങളാണ് കേൾക്കുന്നത്. അപ്പൊ ഈ ദൈവികമായ നിർദ്ദേശങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഈ നിർദ്ദേശങ്ങൾ നമ്മൾ കേൾക്കാതിരുന്നാൽ, ഈ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കാതിരുന്നാൽ, പ്രിയമുള്ളവരെ, സംഭവിക്കുന്നത് നമ്മുടെ ജീവിതം എന്താണ്? ക്രമം കെട്ടുപോകുന്നു, മര്യാദ വിട്ടു നടക്കുന്നു. എന്നാൽ അടുത്ത വാക്യം ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം അത് അനുസരിക്കുന്നത് ഇല്ലേ? ന്യായപ്രമാണം പാലിക്കുന്നവർ അവരാരാണ്? അനുഗ്രഹീത. നമ്മളെ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു അതിന്റെ ശരിയായ അർത്ഥം അനുഗ്രഹീതരാണ് എന്നാണ്. പ്രിയമുള്ളവരെ, ഓൺലൈനിൽ ശാരീരികമായി സുഖമില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവരുകൂടെ ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി ഓൺലൈനിലും കൂടെ ക്രമീകരിച്ചു. ഭവനങ്ങൾ ഇരുന്ന വചനം കേൾക്കുന്നവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മാത്തൻ സാറ് സർജറി കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ വന്ന് വിശ്രമിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ മോള് ഹെപ്സിബ പ്രസവം കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ട് വീട്ടിൽ വന്നു. ലിസി ഇപ്പോൾ വീട്ടിൽ അവിടെ ആയിരിക്കുന്നു. അതുപോലെ ബേബി ആന്റി ഓൺലൈനിൽ നമ്മോട് ഒന്നിച്ചുണ്ട്. ഞാൻ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. മറ്റു വരും സമയങ്ങളിൽ പറ്റാർക്കെങ്കിലും അങ്ങനെ വരാൻ പറ്റാത്തവർക്ക്, ജോലിയോടുള്ള ബന്ധത്തിൽ ദൂരത്തൊക്കെ ആയിരിക്കുന്നവർക്ക് ഇത് പങ്കെടുക്കാനുള്ള ഒരു അവസരമായി കർത്താവ് അത് തീർക്കട്ടെ. അപ്പം നമ്മുടെ സദൃശ്യവാക്യങ്ങൾ വായിച്ച ആ വചനത്തിൽ ഈ വെളിപ്പാടില്ലാത്തിടത്ത്, ജനവചനം ആ നിലയിലും കൂടെ ഒന്ന് ഓർപ്പിക്കുന്നു. വെളിപ്പാടില്ലാത്തിടത്ത്. അപ്പോ നമുക്ക് എന്താവശ്യമുണ്ട്? നമുക്ക് വെളിപ്പാട് ആവശ്യമുണ്ട്. അപ്പൊ വെളിപ്പാടൊന്ന് പെട്ടെന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? നമ്മൾ കാണുന്ന ഒരു ദർശനമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കൃപാവരങ്ങളുടെ ഒരു കാര്യമായിട്ടോ നമുക്കതിനെ കാണാനായിട്ട് പെട്ടെന്ന് ചിന്തിക്കും, അല്ലേ? വെളിപ്പാടില്ലാത്ത ഹോശേയുടെ പുസ്തകത്തിൽ ഇതേ ഒരു വാക്യമുണ്ട്: പരിജ്ഞാനമില്ലാകയാ ജനം എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു എന്നൊരു വാക്യമുണ്ട്. അപ്പൊ പ്രിയമുള്ളവർ, ഈ വാക്ക് വെളിപ്പാടില്ലാത്തിടത്ത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വെളിപ്പാട് ലഭിക്കുന്നത്? വെളിപ്പാട് ലഭിക്കുന്ന മാർഗം എന്താണ്? അത് തിരുവെഴുത്തിലൂടെയാണ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. തിരുവെഴുത്തിലൂടെ, അല്ലാതെയും ദൈവത്തിന് ദർശനങ്ങളിലൂടെ സംസാരിക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ദൈവജനം വായിച്ചപ്പോ ഈ ചിന്ത എന്റെ മനസ്സിൽ വന്നപ്പോ പെട്ടെന്ന് ഓടി വന്ന ഒരു അനുഭവം എന്റെ ഒരു സ്നേഹിതന്റെ കാര്യമാണ്. ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്ന ഒരു സംഘടന, കോളേജ് വിദ്യാർത്ഥികളിടയിൽ നടക്കുന്ന ഒരു നല്ല സംഘടന ഉണ്ട്. അനേക യൗവനക്കാര് രക്ഷയിലേക്ക് വരാൻ ആ പ്രസ്ഥാനം മുഖാന്തരമായിട്ടുണ്ട്. എന്റെ സ്നേഹിതൻ താൻ രക്ഷയിലേക്ക് വന്ന ആ അനുഭവം എന്നോട് പങ്കുവെച്ചപ്പോൾ, താൻ കത്തോലിക്ക സമുദായത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കത്തോലിക്ക സഭയിൽ നിന്നാണ് താൻ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ വചനം യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി താൻ അറിഞ്ഞു. അറിഞ്ഞപ്പോൾ മുതൽ താൻ യേശുവിനെ കുറിച്ച് അനേക യൗവനക്കാരോട് പറയാനും പലരെയും രക്ഷയിലേക്ക് നടത്താനൊക്കെ ഇടയായി. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്താണ് തന്റെ ചില സ്നേഹിതർ പറഞ്ഞു, ബ്രദറെ, നമ്മൾ രക്ഷിക്കപ്പെട്ടവര് സ്നാനപ്പെടണം, സ്നാനപ്പെടേണ്ടതിന്റെ ആവശ്യകത ഇദ്ദേഹത്തോട് ബോധ്യപ്പെടുത്തി പറഞ്ഞപ്പോ താൻ അതിനെ നിഷേധിക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതലാണ്.
അപ്പോൾ ദൈവരാജ്യത്തിൽ പോകാൻ ഇനി മറ്റൊന്നും ആവശ്യമില്ല. ദിനംതോറുമുള്ള കഴികൾ പ്രാപിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു. കർത്താവ് എന്നെ ഉപയോഗിക്കുന്നു. താൻ അങ്ങനെ ആ കാര്യത്തിൽ അങ്ങനെ ഉറച്ചു നിന്നു. അങ്ങനെ ഇരിക്കെയാണ് താൻ ഒരു രാത്രി തന്നെ ഒരു ദർശനത്തിലൂടെ ദൈവം തന്നോട് ഇടപെട്ടു. ആ ദർശനം താൻ കണ്ടത് താൻ മറ്റൊരു ദൈവദാസന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുന്നതും സ്നാനപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമാണ്. പ്രിയമുള്ളവരെ, ഈ ദർശനം കണ്ടപ്പോൾ മുമ്പ് തന്റെ സ്നേഹിതൻ തന്നോട് വചനത്തിലൂടെ പറഞ്ഞതെല്ലാം പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ സ്നാനം ആവശ്യമാണ്, വിശ്വസിച്ച് വന്ന ആള് സ്നാനപ്പെടേണ്ടത് ആവശ്യമാണെന്നുള്ള ബോധ്യം വന്നപ്പോൾ പിന്നെ താൻ വൈകിയില്ല. താൻ വേഗത്തിൽ ജലസ്നാനം സ്വീകരിച്ച് കത്തോലിക്ക സമുദായം വിട്ട് ആ വേർപെട്ട കൂട്ടായ്മയിലേക്ക് താൻ കടന്നു വന്നു. പ്രിയമുള്ളവരെ, പിന്നീട് താൻ സുവിശേഷം പറയുമ്പോഴെല്ലാം ആളുകളോട് പറയും, സ്നാനം ആവശ്യമാണ്. ദൈവനോടൊരു ദർശനത്തിലൂടെ ഇടപെട്ടു, കർത്താവിനോട് അങ്ങനെ സംസാരിച്ചു. താൻ ആ കാര്യം അനേകരോട് പങ്കുവെക്കാനിടയായി. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരിക്കൽ ദൈവാത്മാവ് തന്റെ ഹൃദയത്തോട് ശാന്തമായിട്ട് ഇടപെട്ട ഒരു കാര്യം താൻ പങ്കുവെച്ചത് ഇങ്ങനെയാണ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, താൻ ആ ദൈവശബ്ദം കേൾക്കുകയാണ്. താൻ പറഞ്ഞത്, എന്റെ നിഷ്കളങ്കരായ അനേക ദൈവമക്കൾ, എന്റെ കുഞ്ഞുങ്ങൾ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം വായിച്ച് സ്നാനം സത്യമാണെന്നറിഞ്ഞ് അവർ സ്നാനപ്പെട്ടപ്പോ നീ ആ വചനത്തിന് കീഴ്പ്പെടാതിരുന്നത് കൊണ്ടാണ് എനിക്ക് നിന്നോട് മറ്റൊരു വിധത്തിൽ ഇടപെടേണ്ടി വന്നത്. കാരണം നീയും എങ്ങനെയായിരുന്നു സ്നാനപ്പെടേണ്ടിയിരുന്നത്? എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം വായിച്ച് വിശ്വസിച്ചു വരുന്നവർ സ്നാനപ്പെടണം എന്ന ബോധ്യപ്പെട്ട് സ്നാനപ്പെടേണ്ടതാണ്. നീ അത് അനുസരിക്കാതിരുന്നത് കൊണ്ട് എനിക്ക് നിന്നോട് മറ്റൊരു വിധത്തിൽ എന്ത് ചെയ്യേണ്ടി വന്നു? ഇടപെടേണ്ടി വന്നു. അപ്പോഴാണ് തനിക്ക് വചനത്തിന്റെ പ്രാധാന്യത മനസ്സിലാകുന്നത്. പ്രിയമുള്ളവർ, ദൈവവചനം പിന്നെ താൻ വചനം ആഴമായി പഠിക്കാനും വചനത്തിന്റെ ഒരു പ്രഘോഷകനായി തീരാനൊക്കെ ഇന്ന് താൻ വിദേശത്താണുള്ളത്. ആ നിലയിൽ ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, വെളിപ്പാടില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഈ വെളിപ്പാട് നമുക്ക് ലഭിക്കുന്ന മാർഗം ഏതാണ്? അത് ദൈവത്തിന്റെ വചനമാണ്. എന്നാൽ ദൈവവചനത്തിലൂടെ അല്ലാതെയും സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെ ഒക്കെ ദൈവത്തിന് പ്രവാചകന്മാരിലൂടെ ഒക്കെ നമ്മോട് സംസാരിക്കുന്ന വിധങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം ശ്രേഷ്ഠമായത് ദൈവവചനത്തിന്റെ വെളിപ്പാടാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ആ കുറിവാക്യത്തിൽ നിന്നുകൊണ്ട് 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനം നമുക്ക് ഒന്ന് വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനം. പ്രിയമുള്ളവർ, ഇവിടെ നാം വായിച്ചത്, അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ എന്ത് ചെയ്യണം? നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ. അപ്പോ നമുക്കിന്ന് ദൈവജനത്തിലൂടെ 1-2 കൂട്ടായ്മയിൽ കർത്താവ് നമുക്ക് ഈ വിഷയത്തിന്മേൽ കുറച്ചുകൂടെ ഒരു ബോധ്യം തരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് നാം ആ കാര്യങ്ങൾ പ്രാരംഭത്തിൽ കുറെ കാര്യങ്ങൾ ചിന്തിക്കുകയാണ് നമ്മുടെ സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട്. അപ്പോ ദൈവ ഇഷ്ടപ്രകാരമുള്ള കഷ്ടത, ദൈവഹിതപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ. അപ്പോ കഷ്ടം സഹിക്കണമെന്നുള്ളത് ആരുടെ ഇഷ്ടമാണ്? ദൈവമക്കൾ ചില കഷ്ടങ്ങളിലൂടെ പോകണമെന്നുള്ളത് ആരുടെ ഇഷ്ടമാണ്? ദൈവത്തിന്റെ ഇഷ്ടമാണ്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള കഷ്ടതയുണ്ട്. മറ്റൊരു കാര്യം, ദൈവഹിതമല്ല. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള കഷ്ടതയുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഹിതമല്ലാത്ത കഷ്ടതയും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ എന്തുണ്ട്? നമ്മൾ കഷ്ടമനുഭവിക്കുന്നുണ്ട്. പ്രിയമുള്ള, യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. ഇപ്പൊ ലോകത്തിൽ കഷ്ടമുണ്ട് എന്ന് ദൈവജനം പറയുമ്പോ നമുക്ക് ലഭിക്കേണ്ട ഒരു വെളിപ്പാട്, വ്യക്തിപരമായി തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഞാൻ അനുഭവിക്കുന്ന കഷ്ടത ദൈവഹിതപ്രകാരമുള്ളതാണോ ദൈവഹിതപ്രകാരമല്ലാത്തതാണോ? അപ്പൊ ദൈവഹിതപ്രകാരമുള്ള കഷ്ടതയാണ് നാം അനുഭവിക്കുന്നതെങ്കിൽ നാം ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല.
പ്രിയമുള്ളവർ, അതിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ദൈവഹിതമല്ലാത്ത കഷ്ടതയാണെങ്കിൽ ഇത് രണ്ടും മൂന്നാമതൊരാൾക്ക് അല്ലെങ്കിൽ രണ്ടാമതൊരാൾക്ക് നമുക്ക് വെളിപ്പെടുത്താൻ കഴിയുകയില്ല. നാം തന്നെയാണത് തിരിച്ചറിയേണ്ടത്. ഞാൻ അനുഭവിക്കുന്ന കഷ്ടത ദൈവഹിതപ്രകാരമാണോ ദൈവഹിതപ്രകാരമല്ലയോ എന്ന് തിരിച്ചറിയേണ്ടത് നാം ഓരോരുത്തരുമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം, ആദ്യം ദൈവഹിതമല്ലാത്ത കഷ്ടതകൾ എന്തൊക്കെയാണ്. തിരുവെഴുത്തിലൂടെ നാം ഒരു വെളിപ്പാട് കാര്യത്തിൽ അത് പ്രാപിക്കുകയാണ്. പത്രോസിന്റെ ലേഖനത്തിൽ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന് പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നിങ്ങൾ കഷ്ടം സഹിക്കണം എന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. മതി. അവിടെ നാം വായിക്കുന്നു, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ. അപ്പൊ ദൈവഹിതമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ? ദൈവഹിതപ്രകാരമുള്ള കഷ്ടം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി അങ്ങനെ ദൈവഹിതമാണെങ്കിൽ ആ കഷ്ടം സഹിക്കൽ എങ്ങനായിരിക്കണം? തിന്മ ചെയ്തിട്ട് ആകരുത് അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? തിന്മ ചെയ്താൽ നമുക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. അപ്പൊ തിന്മ ചെയ്തിട്ട് വരുന്ന കഷ്ടം ദൈവഹിതപ്രകാരമുള്ള കഷ്ടം അല്ല. ഇതെങ്ങനെയാണ് ബോധ്യപ്പെടുക? പ്രിയമുള്ളവരെ, കഷ്ടം അനുഭവിക്കുന്ന ഓരോരുത്തരുമാണത് പരിശോധിക്കേണ്ടത്. ഞാൻ തിന്മ ചെയ്തിട്ടാണോ എനിക്ക് കഷ്ടം വരുന്നത്? റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വചനം നാം വായിക്കുമ്പോ ഒന്ന് വായിക്കാം. റോമാലേഖനം, അതിന്റെ മൈക്കിലൂടെ ഒരാളുകൂടെ മൈക്ക് ഉപയോഗിച്ചാൽ നല്ലതാണ്. മാറി മാറി വായിക്കാനായിട്ട് കഴിയുമല്ലോ. മോളെ, ആ മൈക്കില് ബുദ്ധിമുട്ടാണല്ലോ, അത് റെക്കോർഡാവില്ല. അത് ഏതാ? വേറൊരു മൈക്ക് ഏതാ ഉള്ളത്? അല്ല, സോറി. ഓക്കെ, അത് ഓക്കെ. ആ മൈക്ക് ഓക്കെയാണ്. ശരി. റോമാലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നമ്മൾ ആ വചനത്തിന്റെ വ്യക്തത മനസ്സിലാക്കണേ. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. എന്താണ് ആദ്യം യഹൂദനും പിന്നെ യവനനും വരുമെന്ന് പറയാൻ കാരണം? അപ്പോ അത് നമ്മൾ വായിക്കുമ്പോ നമ്മൾ എങ്ങനെയായിരിക്കണം വായിക്കേണ്ടത്? അവിടെ യഹൂദന്റെ സ്ഥാനത്ത് ഇപ്പോ നമ്മൾ ആരാ നിൽക്കുന്നതെന്നറിയാമോ? നാം ഓരോരുത്തരുമാണ്, വിശ്വാസികളാണ്. അപ്പൊ യഹൂദന്റെ പ്രത്യേകത എന്താണ്? യഹൂദൻ ദൈവത്തെ അറിഞ്ഞവരാണ്. ജാതികളുടെ പ്രത്യേകത എന്താണ്? യവനന്മാരുടെ പ്രത്യേകത എന്താണ്? അവർ ദൈവത്തെ യഥാർത്ഥമായി അറിയാത്തവരാണ്. അവർക്ക് ദൈവത്തിന്റെ വഴി അറിഞ്ഞുകൂടാ. പക്ഷെ യഹൂദൻ ദൈവം ആരാണെന്ന് അറിഞ്ഞവനാണ്. അപ്പൊ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കണം, നാം ദൈവത്തെ അറിഞ്ഞവരാണ്. നമുക്ക് ദൈവത്തിന്റെ വഴി അറിയാം. ദൈവവചനം നാം അറിഞ്ഞവരാണ്. ജാതികളെ സംബന്ധിച്ച് അവർ ദൈവ വഴി അറിഞ്ഞിട്ടില്ല. പക്ഷെ കഷ്ടതയോട്, തിന്മ പ്രവർത്തിച്ചുണ്ടാകുന്ന കഷ്ടതയോടുള്ള ബന്ധത്തിൽ ദൈവജനം പറയുന്നത് ആരെയും ഒഴിവാക്കുന്നില്ല. പക്ഷെ ഒന്നാം സ്ഥാനം ആർക്കാണ്? ദൈവമക്കൾക്കാണ്. അല്ലേ? ഒന്നാം സ്ഥാനം ദൈവമക്കൾക്കാണ്. അപ്പൊ ദൈവമക്കൾക്കെന്ന് പറയുമ്പോൾ അതിലും ഒന്നാം സ്ഥാനം ഞങ്ങൾക്കൊക്കെ ആയിരിക്കും അല്ലേ? കാരണം ഞങ്ങളാണ് ദൈവജനം നിങ്ങളോട് പഠിപ്പിക്കുന്നവർ, ശുശ്രൂഷകന്മാര്, ലീഡേഴ്സ്. കാരണം അവർ കൂടുതൽ അറിഞ്ഞു, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പൊ അതുകൊണ്ട് ഇത് പറയുന്ന ഞാൻ കൂടുതൽ ഭയപ്പെടണം, കേൾക്കുന്ന നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം. കാരണം വചനം എഴുതി വെച്ചു, അതിനൊരു മാറ്റവും വരികയില്ല. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും പ്രിയമുള്ളവരെ കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ ആർക്കും വരുമെന്നാണ്? യവനനും വരുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു തിന്മ ചെയ്തിട്ട് നാം ചെയ്യുന്ന കാര്യങ്ങൾ തിന്മ ആണോ അത് നന്മയാണോ എന്നതിനെ കുറിച്ച് നാം വളരെ ആഴത്തിൽ ഇപ്പോഴും പരിശോധിക്കാൻ ഈ ദൈവവചനമാണ് നമ്മെ കൂടുതലായി സഹായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുന്ന എന്റെ ആത്മീക ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിച്ചു, കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ ഏറ്റവും അധികം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അത് ചിന്തിച്ചിട്ടുണ്ട്. പിശാചിന്റെ പോരാട്ടം ഉണ്ടാകുന്നത് ഒന്നാമത് കുടുംബത്തിലാണ്.
പിന്നെയാണ് സഭയിൽ ഉണ്ടാകുന്നത്. അല്ല, സഭയും കുടുംബവും. ഇപ്പൊ ദൈവം സ്ഥാപിച്ച രണ്ട് സ്ഥാപനമാകുന്ന കുടുംബം, മറ്റൊന്ന് സഭ. അപ്പൊ ഒരു കുടുംബത്തിൽ പിശാച് അതിന്റെ പ്രവർത്തനം കൊണ്ടുവരുമ്പോൾ കുടുംബത്തെ തകർക്കാൻ നോക്കിയാൽ അതുവഴി സഭയും എന്ത് ചെയ്യുകയാണ്? സഭയെയും പരാജയപ്പെടുത്താനായിട്ട് കഴിയും. അതുകൊണ്ട് കുടുംബത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ നന്മ പ്രവർത്തിച്ചേ പറ്റുകയുള്ളൂ. കുടുംബജീവിതത്തിൽ തിന്മ പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ട്. അതിനുള്ള അവസരങ്ങൾ പിശാച് ഒരുക്കിക്കൊണ്ടിരിക്കും എന്നുള്ളത് നാം വളരെ വ്യക്തമായി തിരിച്ചറിയണം. നമ്മളൊരു വാക്യം കൂടെ ഒന്ന് വായിച്ചേ, നമുക്ക് അറിയാമെങ്കിൽ അത് വായിക്കുകയാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. പ്രിയമുള്ള ഈ നന്മയും തിന്മയും നമ്മളൊന്ന് തിരിച്ചറിയുക. എഫേസ്യ ലേഖനം 6-1-2 വാക്യങ്ങൾ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ നിങ്ങൾ കർത്താവിൽ എന്ത് ചെയ്യണം? അനുസരിക്കണം. അത് ന്യായമല്ലോ. അത് ന്യായമല്ലോ. പിന്നെ നിനക്ക് നന്മയുണ്ടാകാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണമെന്നുള്ളത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. അപ്പോ എന്തിനാണ് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നത്? നന്മയുണ്ടാകാനാണ്. അപ്പൊ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ എന്താ ഉണ്ടാകുന്നേ? തിന്മയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ? എത്ര അനുസരിക്കാൻ സ്നേഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മാതാപിതാക്കളാണെങ്കിലും നമ്മൾ അനുസരിക്കും. എങ്ങനെ അനുസരിക്കും? ഭയത്തോടെ അവരെ ബഹുമാനിക്കും. കാരണം അതെന്റെ ഉത്തരവാദിത്വമാണ്, അല്ലെ? അതെന്റെ ഉത്തരവാദിത്വമാണ്. മദ്യപാനിയായ ഒരു പിതാവിനോട് ഒന്നിച്ച് പ്രിയ രക്ഷയിലേക്ക് വന്നതിന് ശേഷം കുറെ നാൾ ജീവിക്കേണ്ട സാഹചര്യമുണ്ടായി. എന്ന് വഴക്കടിക്കുന്ന മാതാപിതാക്കളോട് ഒന്നിച്ച് ജീവിക്കേണ്ട സാഹചര്യമുണ്ടായി. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള മാനദണ്ഡം പിന്നെ സ്വീകരിക്കാതിരുന്നത് ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ടാണ്. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി പ്രിയമുള്ളവരെ, അവരെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ നന്മയല്ല ഉണ്ടാകുന്നത്, തിന്മ. ആ തിന്മ അത് ദൈവഹിതപ്രകാരമുള്ള ആ കഷ്ടം അല്ല, അത് നാം ചെയ്ത തിന്മയുടെ ഫലമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നു. അപ്പോൾ തന്നെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ വളരെ ഗൗരവമുള്ള കാര്യമുണ്ട്. 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, എഫേസ്യ ലേഖനം 6-ന്റെ 4-ാമത്തെ വാക്യം വായിക്കുന്നത് എന്താണ്? പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനയാണ്. മക്കളെ കോപിപ്പിക്കരുത്. മാതാപിതാക്കള് വെറുതെ മക്കളെ എന്ത് ചെയ്യുകയാണ്? ചുണ്ടി കോപിപ്പിക്കുകയാണ്, അവരെ കോപിഷ്ഠരാക്കുകയാണ്. അപ്പൊ മക്കളെ കോപിഷ്ഠരാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നത് നന്മയല്ലെന്നാണ്, അല്ലേ? അത് തിന്മയാണ്. അങ്ങനെ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള തിന്മകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുതപിക്കണം, നമ്മൾ അവയെക്കുറിച്ചൊക്കെ പശ്ചാത്തപിക്കണം. പ്രിയമുള്ളവരെ, തീത്തോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോ നമ്മൾ ആ വിഷയത്തിൽ പിന്നെ കാണുന്നത് 2-ാം അധ്യായത്തിന്റെ 3, 4, 5 വാക്യങ്ങളാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. വൃദ്ധന്മാരും അങ്ങനെ തന്നെ. എങ്ങനെ? വൃദ്ധന്മാരല്ല, വൃദ്ധന്മാര്, അമ്മച്ചിമാര്, അല്ലേ? അപ്പൊ 2-ാം വാക്യത്തിൽ വൃദ്ധന്മാർ അപ്പച്ചന്മാരെ കുറിച്ച് പറഞ്ഞു, 3-ാം വാക്യത്തിൽ അമ്മച്ചിമാരെ കുറിച്ച് പറഞ്ഞു. വൃദ്ധമാരും അങ്ങനെ തന്നെ, നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷ്ണി പറയാത്തവരും വീഞ്ഞിനെ അടിമപ്പെടാത്തവരുമായിരിക്കണം എന്നും ദൈവവചനം ദൂഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനകാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരുമായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുക. ഇവിടെ അമ്മച്ചിമാരോട് ഉപദേശം നൽകുമ്പോൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നമ്മൾ അടിവരയിടേണ്ട ഒരു വാക്യം ഏതാണെന്നറിയാമോ? നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഏതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ദൈവവചനം ദൂഷിക്കപ്പെടാ. അല്ലേ?
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ദൈവവചനം ദുഷിക്കപ്പെടാതെ. പ്രിയമുള്ളവരെ, തിന്മ വരുന്നു എന്ന് പറയുന്നത്, തിന്മ ചെയ്യുന്നവന് കഷ്ടമുണ്ടെന്ന് പറയുമ്പോ ഈ തിന്മയിലൂടെ സംഭവിക്കുന്നത് ദൈവനാമം എന്ത് ചെയ്യുന്നു? ദുഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പ്രിയമുള്ളവരെ ഓർക്കുക, ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ഇപ്പോ മാതാപിതാക്കൾ തമ്മിൽ വഴക്കുണ്ട്, അമ്മയും മക്കളും തമ്മിൽ വഴക്കുണ്ട് എന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ ന്യായവും അന്യായവും ഒക്കെ അതിനകത്ത് കാണും. അമ്മയ്ക്ക് നോക്കുമ്പോൾ മക്കളുടെ ഭാഗത്ത് അന്യായമുണ്ട്, മക്കൾ നോക്കുമ്പോൾ അമ്മയുടെ ഭാഗത്ത് അന്യായമുണ്ട്. അന്യോന്യം ഒറ്റയ്ക്ക് സംസാരിച്ച, ഞാൻ ഒരിക്കൽ ഒരു കുടുംബത്തിന്റെ വിഷയം ഇടപെട്ടപ്പോ ഞാൻ ഈ പിള്ളേരെ മാറി മാറി സംസാരിച്ചു. പ്രിയമുള്ളവരെ, ഒരാളോട് പറഞ്ഞപ്പോ മുഴുവൻ കുറ്റവും മറ്റേയാളുടെയാണ്, മറ്റേയാൾ പറഞ്ഞപ്പോ മുഴുവൻ കുറ്റവും ഇങ്ങേയാളുടേതാണ്. അപ്പൊ പിന്നെ അവിടെയാണ് കുറ്റക്കാരെന്ന് പറഞ്ഞ് നമുക്കത് ബോധ്യം വരുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത്, ശ്രദ്ധിക്കണേ, നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ ശരിയാണെന്നുള്ളതാണ്. പക്ഷെ ഇതിലൂടെ പിശാചൊരു മുതലാക്കുന്നുണ്ട്. എന്താണ്? ദൈവനാമം എന്ത് ചെയ്യുന്നു? ദുഷിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ വന്ന് ഞാനും എന്റെ മാതാപിതാക്കളും തമ്മിൽ വഴക്കടിക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ കർത്താവിന്റെ വേലയിൽ നിൽക്കാനായിട്ട് കഴിയും? എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും? അതെന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. 15 വർഷം കണ്ണാറെ നിന്നപ്പോ ഈ ശുശ്രൂഷയെ മുന്നോട്ട് പോകാൻ ഇടയായപ്പോ കുടുംബം പണിയേണ്ടതിന്റെ ആവശ്യകത വളരെ ആഴമായി പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തി. ഞാൻ അതുകൊണ്ട് ദൈവസഭയോട് പറയുക, പിശാച് ലക്ഷ്യം വയ്ക്കുന്ന കുടുംബം, ഇപ്പൊ പ്രിയമുള്ളവരെ, ദൈവനാമം ദുഷിക്കപ്പെടാൻ ഒരു കുടുംബം ഇടയായാൽ അത് തെറ്റാരുടെ ഭാഗത്തുമായിക്കൊള്ളട്ടെ, നമുക്കൊക്കെ ന്യായമൊക്കെ ഉണ്ട്. ദൈവനാമം ദുഷിക്കപ്പെട്ടാൽ നിങ്ങൾ അടിവരയിട്ടോ, അത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത കൊണ്ടുവരും. ആ കഷ്ടത ദൈവഹിതമുള്ള കഷ്ടതയല്ല, നാം ചെയ്ത പ്രവൃത്തിയുടെ കഷ്ടതയാണ്. അതുകൊണ്ട് ഇവിടെ സഹനമാണ് നമുക്ക് ആവശ്യമുള്ളത്. പ്രിയമുള്ളവർ, ഇവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് സഹനമാണ്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളത് ഏൽപ്പിക്കപ്പെടുകയാണ് വേണ്ടത്. വചനം പറയുന്നു, പ്രിയമുള്ളവരെ, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കാൻ. റോമാലേഖനം 12:31 വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? റോമാലേഖനം 12-ാം അധ്യായം 31 വാക്യം. തിന്മയോട് തോൽക്കാതെ. തിന്മയോട് നമ്മൾ എന്ത് ചെയ്യരുത്? ഇപ്പോ ഞാൻ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞു, ഇത് തന്നെ സഭയോടുള്ള ബന്ധത്തിലും, അല്ലേ? സഭയിൽ ഏതെങ്കിലും വ്യക്തി നമുക്ക് തിന്മ ചെയ്യുന്നു എന്ന് ബോധ്യം വന്നാൽ നമ്മൾ എന്തോ ചെയ്യണം? സാധാരണ എന്താ നടക്കുന്നത്? എനിക്ക് തിന്മ ചെയ്ത ആളോട് ഞാനും തിരിച്ചെന്ത് ചെയ്യുന്നു? തിന്മ ചെയ്യുന്നു. എന്നെക്കുറിച്ച് ദോഷം പറയുന്ന ആളോട് ഞാനും ദോഷം പറയുന്നു. അതിലൂടെ സംഭവിക്കുന്നത് ദൈവനാമം ദുഷിക്കപ്പെടുന്നത് കൊണ്ട് രണ്ടുപേരും എന്താകുന്നു? കഷ്ടമനുഭവിക്കേണ്ടി വരുന്നു. വചനം പറയുന്നു. അതുകൊണ്ട് ദൈവഹിതമല്ലാത്ത കഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ദൈവവചനം പറയുന്നത്, തിന്മയോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണം. നന്മ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തിന്മയെ ജയിക്കണം. നന്മ കൊണ്ട് തിന്മയെ ജയിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നന്മ കൊണ്ട് തിന്മയെ ജയിക്കുന്നത്? 19-ാമത്തെ വാക്യം വായിച്ച്, 12:19. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കണം. ദൈവകോപത്തിന് എന്ത് ചെയ്യണം? ഇടം കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പോ എന്റെ ഭാര്യ തിന്മ ചെയ്യുകയാണെങ്കിൽ ആ തിന്മയ്ക്ക് പകരം ഞാൻ തിന്മ ചെയ്യാതെ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരവസരം കൊടുക്കണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായാൽ ഉറപ്പാണ്, പ്രിയമുള്ളവരെ, എന്റെ ഭാര്യയ്ക്ക് മാനസാന്തരം ഉണ്ടാകും. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, അല്ലേ? മക്കൾ തെറ്റായ വഴിയിൽ ഇടപെടുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ തിന്മയ്ക്ക് തിന്മ ചെയ്യരുത്. അവർ പറയുന്നതിന് തക്കവണ്ണം അങ്ങോട്ട് പെരുമാറരുത്. വിശ്വാസികളുടെ ഇടയിൽ ഒരു വിഷയം വന്നാൽ എന്തോ വേണം? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. നിങ്ങൾ ദൈവകോപത്തിന് ഇടം കൊടുക്കണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം. അതെങ്ങനെയാണ് കൊടുക്കുന്നത്? അടുത്ത വാക്യം വായിച്ചേ. ഇടം കൊടുപ്പീൻ, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. കർത്താവ് ഈ കാര്യത്തിൽ ഇത്രയും ഉറപ്പും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ദൈവം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തിന്മ ചെയ്ത ആൾക്ക് നിങ്ങൾ തിന്മ ചെയ്യാതിരുന്നാൽ, കേട്ടോ, ഇത് ഭയങ്കര സ്വാതന്ത്ര്യം തരുന്ന വാക്യമല്ലേ? അയൽവാസിയാകട്ടെ, സ്വന്തക്കാരാകട്ടെ, അല്ലേ, നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്.
അല്ലേ? ആരുമായിക്കോട്ടെ, ഈ തിന്മയ്ക്ക് നമ്മൾ തിന്മ ചെയ്യാതിരുന്നാൽ ആര് പ്രവർത്തിക്കും? അപ്പൊ ദൈവം പ്രവർത്തിക്കാത്തതിന്റെ കാര്യം എന്താ? അല്ലെ, ഈ കുടുംബങ്ങളിൽ സഭകളിലൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോ എന്തുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല? എനിക്കെതിരെ പറഞ്ഞ ആളോട് ഞാൻ തിരിച്ചു അങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതേ അളവിൽ പെരുമാറുന്നുണ്ട്. സാക്ഷ്യത്തിലൂടെയെങ്കിലും ഞാനതൊക്കെ പറഞ്ഞു വെളിപ്പെടുത്തും, അല്ലേ? അല്ലെങ്കിൽ പ്രസംഗത്തിലൂടെയൊക്കെ അത് വെളിപ്പെടുത്തും. അപ്പൊ പ്രിയമുള്ളവരെ, അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള വഴി അടയുകയാണ്. തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ ദൈവകോപത്തിനിടം കൊടുപ്പീൻ. എന്നിട്ട് വചനം പറയുന്നു, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം? അടുത്ത വാക്യം. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക. പിന്നെ ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. പിന്നെ അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. നീ അവന്റെ തലമേൽ എന്ത് ചെയ്യുമെന്ന്? ഇതാ ദൈവകോപം എന്ന് പറയാം. അപ്പൊ തീക്കനൽ കുന്നിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കിയിരിക്കുന്നേ? ഇങ്ങനെ ഇപ്പൊ നിന്റെ ശത്രു, നിനക്ക് തിന്മ ചെയ്യുന്ന വ്യക്തിക്ക് നീ നന്മ ചെയ്താൽ ദൈവം എന്തോ ചെയ്യും? ദൈവം അവന്റെ തലയിൽ തീക്കനൽ കോരിയിടുമെന്ന്. അപ്പൊ തീക്കനൽ കോരിയിടുമ്പോൾ ഞാൻ ചിന്തിക്കും ഇടി പൊട്ടിക്കുന്നതാണ്. ആണോ? എന്താണ് ആ തീക്കനൽ? അത് ഞാൻ POC ബൈബിളിൽ വായിച്ചപ്പോൾ അതിന്റെ അർത്ഥം, അത് സദൃശ്യവാക്യത്തിൽ നിന്നാണ് ഈ വാക്യം എടുത്തെഴുതിയിരിക്കുന്നത്. സദൃശ്യവാക്യം 25-21 വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? സദൃശ്യവാക്യം 25-21. ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക, അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. ആ വാക്യത്തിന് POC ബൈബിളിൽ എഴുതിയിരിക്കുക, അതിന്റെ ഭാഷാന്തം എഴുതിയിരിക്കുന്നത് അനുതാപത്തിലേക്ക് നയിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ, അങ്ങനെ ശത്രുവിന് വിശക്കുന്നു, നിനക്ക് തിന്മ ചെയ്ത വ്യക്തിക്ക് നീ നന്മ ചെയ്താൽ എന്ത് സംഭവിക്കും? തിന്മ ചെയ്തയാളെ ദൈവം എങ്ങോട്ട് നയിക്കും? മാനസാന്തരത്തിലേക്ക് നടത്തും. അതെങ്ങനെയായിരിക്കും നടത്തുന്നത്? അത് ദൈവത്തിന് അറിയാം. ഈ തിന്മ ചെയ്ത വ്യക്തിയെ എങ്ങനെ ഇടപെട്ടാൽ മാനസാന്തരം വരുമെന്നുള്ളത് ആർക്കറിയാം? ദൈവത്തിനറിയാം. ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അല്ലേ ഞാൻ പറയുന്നത്? നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടും. ഈ വെളിപ്പാട് നാം പ്രാപിച്ചാൽ, ഈ ദൈവവചന വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് നമുക്ക് തിന്മ ചെയ്യുന്ന വ്യക്തിക്ക് നമ്മൾ നന്മ ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കളാണ് മാതാപിതാക്കൾക്ക് ദോഷം ചെയ്യുന്നതെങ്കിൽ ആ മക്കൾക്ക് നന്മ ചെയ്യുക. പ്രിയ മാതാപിതാക്കളാണ് മക്കൾക്ക് ദോഷം ചെയ്യുന്നതെങ്കിൽ ആ മാതാപിതാക്കൾക്ക് മക്കൾ നന്മ ചെയ്യുക. പാസ്റ്ററാണ് ദോഷം ചെയ്യുന്നതെങ്കിൽ ആ ദൈവദാസന് നന്മ ചെയ്യുക. വിശ്വാസികളാണ് ദോഷം ചെയ്യുന്നതെങ്കിൽ ആ വിശ്വാസികൾക്ക് നന്മ ചെയ്യുക. എന്ത് സംഭവിക്കും? ദൈവം പ്രവർത്തിക്കും. അല്ലേ? ലക്ഷ്യം എന്താണ്? മാനസാന്തരത്തിലേക്ക് നടത്തും. അങ്ങനെ ഒരാത്മാവിനെ നേടാൻ പറ്റും. അല്ലേ? ഒരു വ്യക്തി ഒരു ആത്മാവിനെ നേടുക. പ്രിയമുള്ളവരെ, സഭയിൽ വന്ന ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഒരു ദോഷം കണ്ടിട്ട് വേണമെങ്കിൽ നമുക്ക് അയച്ചു നിർത്താൻ എളുപ്പമാണ്. പക്ഷെ ചിന്തിക്കുന്ന, ആ വ്യക്തിയിൽ ഒരു ആത്മാവുണ്ട്. യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ഒരു ആത്മാവുണ്ട്. പ്രിയമുള്ളവരെ, ഇത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ദൈവസഭയുടെ കൂട്ടായ്മ ആവശ്യമാണ്. ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ മകനോ മകളോ മരുമകളോ ആരുമാകട്ടെ ദോഷം ചെയ്താൽ ആ വ്യക്തിയെ കാണുന്നതിന് മുമ്പ് ആ വ്യക്തിയിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവാണ് സ്വർഗത്തിലെത്തേണ്ടത്. അതിനെന്ത് വേണം? ആ വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകണം. ആ വ്യക്തി തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ മാനസാന്തരം വരാൻ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ഞാൻ ആ വ്യക്തിക്ക് നന്മ ചെയ്യണം. അല്ലേ? അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. പക്ഷെ പിശാച് അതിനെ അനുവദിക്കില്ല. തിന്മ ചെയ്തവർക്ക് തിന്മ ചെയ്യാനാ പിശാച് നമുക്ക് ആലോചന തരുന്നത്. അപ്പോ നമ്മുടെ കഷ്ടങ്ങൾ ദൈവഹിതപ്രകാരമാകാൻ പ്രിയമുള്ളവരെ നാം വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അടുത്തെങ്ങാനുമാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അടുത്തെങ്ങാനുമാണോ പറയാൻ തുടങ്ങിയിട്ടുള്ളത്? എത്രയോ നാളുകളാ ഇല്ലേ? പിശാചിന്റെ പ്രവൃത്തി എന്നുള്ളൊരു വിഷയത്തിൽ നിന്ന് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റാതെ മുന്നോട്ട് പോവുക. രണ്ട് കാര്യത്തിലാണ്: കുടുംബം, സഭ. ഇവിടെ നമുക്കൊരു ക്രമീകരണം ആവശ്യമുണ്ട്. കാരണം പിശാച് കുടുംബങ്ങളിലും വ്യക്തികളിലൊക്കെ ഇങ്ങനെയുള്ള തെറ്റായ ചിന്തകൾ കൊണ്ടുവന്ന് അസ്വസ്ഥമാക്കുന്നുണ്ട്. മാതാപിതാക്കളെ പറയുന്നത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ദീന സഹോദരിയും രാഖിയൊക്കെ ഇവിടെ നിന്ന് പാടുമ്പോ അല്ലേ, ഒരു അമ്മായിയമ്മയും മരുമോളും അല്ലേ ഒന്ന് പാടിയത് അല്ലേ? സഭയ്ക്ക് അഭിമാനമില്ല ദൈവമക്കളെ, അല്ലേ? ഇങ്ങനെയൊക്കെ ഒരു സംഭവം സഭയിലെ ചെറിയ കാര്യമാണ്.
നമ്മുടെ എല്ലാ കുടുംബത്തിലും അങ്ങനെ ആകണം. അമ്മായിമ്മയും മരുമക്കൾ അങ്ങനെ ആയിരിക്കണമെന്ന്. അതിനൊരു പരിജ്ഞാനം എന്താണെന്നറിയാമോ? ഒരു ഇവിടേക്ക് വെളിപ്പാട് നാം പ്രാപിക്കുന്നത്. ആവർത്തന പുസ്തകം 24-ന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ആവർത്തന പുസ്തകം 24-ന്റെ 5-ാമത്തെ വാക്യം മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഒരു പുരുഷൻ പുതുതായി ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ യുദ്ധത്തിന് പോകരുത്. അവന്റെ മേൽ യാതൊരു ഭാരവും വെക്കരുത്. അവന്റെ മേൽ ഈ ഒരു വിവാഹം ചെയ്ത പുരുഷന്റെ മേൽ ആരാ ഭാരം വെച്ചു കൊടുക്കുന്നേ? പറഞ്ഞേ, അപ്പച്ചന്മാരും അമ്മച്ചമാരും പറഞ്ഞേ. കല്യാണം കഴിച്ചു വന്ന പുരുഷന്റെ മേൽ ഭാരം വെച്ചു കൊടുക്കുന്ന ആരാ? വീട്ടുകാരൻ. അല്ലേ? ഇപ്പൊ അവൻ ചിന്തിക്കുന്നത് പുരുവാദിന് പോകണ്ടായിരുന്നു. ഇതിനേക്കാൾ ഭേദം കല്യാണം കഴിക്കാതിരിക്കുക. ഞാൻ പലയിടത്തും സംഭവിക്കുന്ന കാര്യമേ പറയുന്നേ. എന്റെ മാതാപിതാക്കൾക്ക് ഈ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട്. കാരണം എന്നാന്ന് പറഞ്ഞാലും കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകൊച്ചിന്റെ കയ്യിൽ കുറെ ഒക്കെ കാണുമെന്നേ. ഒന്നാമത് എല്ലാ വീട്ടിലും 1-2 അല്ലേ ഉള്ളൂ. അതിനൊക്കെ ഇങ്ങനെ പോറ്റി വളർത്തിക്കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, ഒരു വീട്ടിലേക്ക് വരുമ്പോ അതിനെ പെരുമാറാൻ അറിഞ്ഞുകൂടാ, ചിലർക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഇടപെടാൻ അറിഞ്ഞുകൂടാ. അപ്പൊ എടുത്തുചാട്ടവും ദുശാഠ്യങ്ങളൊക്കെ കാണിക്കൂന്നേ, അല്ലേ? അപ്പോ ഇതൊക്കെ കാണിക്കുമ്പോ ഒരു വിഷയം വന്നാൽ ഇതിന്റെ ഇടയിൽ ഭാരപ്പെടുന്നതാരാ? ഈ പെങ്കൊച്ചിനേക്കാൾ ഭാരപ്പെടുന്നത് കെട്ടിയ ഭർത്താവായിരിക്കും. അവന്റെ മേൽ എന്ത് ചെയ്യുകയാണ്? അല്ലേ? അപ്പനും അമ്മേനെയും കളയാമോ, ഭാര്യനെ കളയാമോ? ഇതിന്റെ ഇടയിൽ കിടന്നുകൊണ്ട് നീറുക. അതുകൊണ്ട് മാതാപിതാക്കൾ എന്തോ ചെയ്തോളണം, അല്ലേ? മക്കളുടെ മേൽ ഭാരം എന്ത് ചെയ്യരുത്, വെച്ചു കൊടുക്കരുതെന്ന്. അടുത്തൊരു ഭാഗം കൂടെ വായിച്ചേ. അടുത്തൊരു ഭാഗം. അവൻ ഒരു വർഷത്തേക്ക് വീട്ടിൽ സ്വതന്ത്രനായിരുന്ന് താൻ പരിഗ്രഹിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കണം. അത് നമ്മുടെ യവനക്കാർക്കും പറ്റുന്നൊരു കാര്യമാണ്. കെട്ടിയിട്ട് പിറ്റേയാഴ്ച പോവാണല്ലോ, അല്ലേ? പിറ്റേയാഴ്ച പോവാണ്. കാരണം ഈ പെങ്കൊച്ചിനെ സന്തോഷിപ്പിക്കാനോ അതിനോട് നല്ല വാക്ക് പറഞ്ഞ് കൂടെ സമയം ചെലവഴിക്കാനൊന്നും നേരമില്ല, അല്ലേ? പല കാര്യങ്ങൾ ഒരു കല്യാണത്തിന് മുമ്പ് ഇതിനൊക്കെ ഒരു പ്ലാനിങ് ആവശ്യമുണ്ട്. കാര്യം അറിഞ്ഞാലും ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഒരു ദൈവം എന്തിനാ പ്രിയമുള്ളവർ ഈ കുടുംബജീവിതത്തിന്റെ കാര്യം ഇത്ര പ്രമാണം കൊടുത്തത്? ഈ വീട്ടിലേക്ക് വന്നു കയറിയ പെൺകുട്ടി അതിന് 1 വർഷം വേണ്ട പരിപാലനം കൊടുത്തില്ലെങ്കിൽ കുടുംബം പരാജയപ്പെടുമെന്ന്. ആ പെൺകുട്ടിയെ സന്തോഷിപ്പിക്കണം, അവളെ വേദനിപ്പിക്കരുത്, അവളെ കരയിപ്പിക്കരുത്. അല്ലേ? നമ്മൾ സാധാരണ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്. ഒരു തൈ പറിച്ചു നട്ടാൽ, അല്ലെ? ഇപ്പൊ നമ്മൾ തൈകളൊക്കെ നടന്ന സമയമാണ്. ഈ തൈ നട്ടാൽ എന്തോ ചെയ്യണം? വെയിലൊക്കെ ഉള്ള സമയത്തൊക്കെ തൈ നടുന്നതെങ്കിൽ നമ്മളൊരു തണൽ കൊടുക്കുകയാണ്, അല്ലേ? ഒരു തണലെന്തിനാ കൊടുക്കുന്നേ? അത് വാടിപ്പോകും, അല്ലേ? അതിനാവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കും. ഈ പെരുമഴയത്തൊന്നും നമ്മളോട് തൈ വയ്ക്കാറില്ല. എന്നാൽ പ്രിയമുള്ള നല്ലൊരു കാലാവസ്ഥ നോക്കിയൊക്കെ തൈ വയ്ക്കുമ്പോ ഇനി കല്യാണം കഴിക്കാനുള്ള മക്കളുടെ മാതാപിതാക്കളൊക്കെ കുറെ ശ്രദ്ധിച്ചോട്ടോ. തൊഴിൽ സൗകര്യനും മാന്യസൗകര്യം ഒക്കെ നന്നായിട്ട് പഠിച്ചോളണം, അല്ലേ? കൊച്ചിനെ കഴിക്കാനുണ്ട്, വീട്ടിലേക്ക് കൊണ്ടുവരാനുണ്ട്. ഒരു കൊച്ചു നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കുടുംബ സ്വർഗമായി മാറണം. പക്ഷെ അത് മാറണമെങ്കിൽ ഉത്തരവാദിത്വം നമുക്ക് 1 വർഷത്തേക്ക്, അല്ലേ? ആ മകന്റെ മേൽ ഭാരം വെച്ചു കൊടുക്കരുത്. 1 വർഷത്തേക്ക് ആ പെങ്കൊച്ചിന് തണല് കൊടുക്കണം. തണല് വാടിപ്പോകും പെട്ടെന്ന്. കാരണം പറിച്ചു നടുകയാണ്. ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് ഇതിനെ പറിച്ചു നടുകയാണ്. വേര് പിടിക്കുന്നത് വരെ അതിന് തണല് കൊടുക്കണം, അല്ലേ? തണല് കൊടുക്കാൻ പറ്റാതെ പോയ അവസ്ഥയോർത്ത് നമ്മൾ അനുദപിക്കണം. നമ്മുടെ കുഞ്ഞാണ്, നമ്മുടെ മക്കളാണ്, അവരാണ് നാളെ നമുക്കുള്ളത് എന്ന ബോധ്യത്തോടെ ഞാൻ പറയുന്നത് പിശാചിനിടം കൊടുക്കരുത്. അപ്പൊ തിന്മ പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കുന്നു? കഷ്ടം വരും. അത് ദൈവഹിതപ്രകാരമുള്ള കഷ്ടം അല്ലെന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. സദൃശ്യവാക്യത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ജനഭാഗം വിടാം. 17-ന്റെ 13 കൂടെ വായിക്കാമോ? സദൃശ്യവാക്യങ്ങൾ 17-ന്റെ 13. ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. ആര് പ്രാർത്ഥിച്ചാൽ ഈ തിന്മ മാറും? ഇനി ഇല്ല. നിങ്ങൾ വായിച്ചോ? ഇപ്പൊ വായിച്ചോ? ഏതാ മറ്റൊരാൾ കൂടെ വായിച്ചേ? ഇപ്പൊ മൈക്കിലോട് വായിച്ചു കേട്ടല്ലോ. ഈ മൈക്കില്ലാതെ ഒരാളൊന്ന് ഉറക്കെ വായിച്ചേ. അവന്റെ ഭവനത്തെ തിന്മ, അല്ലേ? വെളിപ്പാടാണോ? വെളിപ്പാടില്ലാത്തിടത്ത് ജനം എന്ത് ചെയ്യുന്നു? മര്യാദ വിട്ടുപോകുന്നു, അല്ലേ? ഒരുവൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ
അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ലെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ 64 വർഷം മുമ്പ് ഒരു കുഞ്ഞായിരുന്നു, അല്ലേ? ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് അറിഞ്ഞപ്പോൾ മാതാപിതാക്കൾ എത്ര സന്തോഷിച്ചു, അല്ലേ? എന്തുമാത്രം എനിക്ക് വേണ്ടി ആ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടു. ഞാൻ വളർന്നു വന്നു കഴിഞ്ഞപ്പോ കാര്യം അവർക്കും പ്രായം കൂടി, പിന്നെ അവർക്കും വേണ്ട പരിജ്ഞാനമൊന്നും ഇല്ലായിരിക്കും. അപ്പോ ഞാൻ പിന്നെ അവരെ വേദനിപ്പിക്കുകയും അവരെ കഷ്ടപ്പെടുത്തുകയും കണ്ണീര് കുടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മകനാണെങ്കിൽ എന്റെ ജീവിതത്തിൽ നിന്ന് തിന്മ വിട്ടുമാറുമോ? കാരണം പ്രിയമുള്ളവരെ, എന്നാ ഞാനായത്? കുര്യാച്ചനെന്ന് പറയുന്ന വ്യക്തി എന്നാ കുര്യാച്ചനായത്? അതുവരെ കഷ്ടപ്പെട്ടത് ആരാ? അതിനുവേണ്ടി വില കൊടുത്തത് ആരാ? മാതാപിതാക്കളല്ലേ? ആ മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് പ്രിയമുള്ളവരെ എങ്ങനെയാണ് ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത്? തിരുവിടത്ത് പറയുന്ന ഭാഗം നമ്മൾ മറക്കരുത്. നന്മയ്ക്ക് പകരം തിന്മ ചെയ്താൽ തിന്മ ആ കുടുംബത്തെ എന്ത് ചെയ്യില്ല? വിട്ടുമാറുകയില്ല, അല്ലേ? ഇനി മാതാപിതാക്കളൊന്ന് ഓർത്ത് നോക്കിക്കേ, എത്ര കൊതിച്ച് കാത്തിരുന്നാണ് മക്കളെയൊക്കെ വിവാഹം കഴിപ്പിക്കുന്നത്, അല്ലേ? മകന് ഒരു ഭാര്യയെ കിട്ടി, മകൾക്കൊരു ഭർത്താവിനെ കിട്ടി. പ്രിയമുള്ളവരെ, ഭർത്താവ് മകളെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ ഒത്തിരി മാതാപിതാക്കൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഈ തണലിൽ വളർന്നതല്ലേ. അവിടെ ചെല്ലുമ്പോൾ ഈ അന്തരീക്ഷമൊക്കെയാണോ? ഇവിടെ 10 മണിക്ക് എഴുന്നേറ്റാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ചെല്ലുന്ന വീട്ടിൽ 10 മണിക്ക് എഴുന്നേറ്റാൽ മതിയോ? അമ്മ എഴുന്നേറ്റ് രാവിലെ കാപ്പി ഉണ്ടാക്കി എല്ലാം ചെയ്ത് മോൾ 9 മണിക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ചായ കുടിക്കാൻ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ പറ്റിയേക്കും, അല്ലേ? ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അമ്മയ്ക്ക് എന്താകും? എത്രയാന്ന് പറഞ്ഞാലും ഒരു വിറുവിറുപ്പുണ്ടാവൂലേ? അങ്ങനെ ഉണ്ടാക്കാൻ അവസരം കൊടുക്കണം. ദൈവജനം എന്താ പറയുന്ന ആ കാര്യത്തിൽ? ഒരു സാമർഥ്യമുള്ള ഭാര്യയെക്കുറിച്ച് എന്താണ് ദൈവജനം പറയുന്നത്? സദൃശവാക്യം 31-ാം അധ്യായം എടുക്കാമോ? സദൃശവാക്യം 31-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. അവൾ നന്നാ രാവിലെ എഴുന്നേറ്റു വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. ഈ അവളെന്ന് പറയുന്നത് ആരാണ്? 10-ാം വാക്യത്തിലുണ്ട്. 10-ാമത്തെ വാക്യം. സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും എന്ന് പറഞ്ഞിട്ട് ആ സാമർത്ഥ്യമുള്ള ഭാര്യയെക്കുറിച്ച് പറയുകയാണ്. അവൾ എന്ത് ചെയ്യുന്നു? നന്നാ രാവിലെ എഴുന്നേറ്റു. അല്ലേ? പ്രയാസമാണ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് 1 വർഷത്തേക്ക് സഹിച്ചേക്കണം. 1 വർഷത്തേക്ക് എന്ത് ചെയ്യണം? 8 മണിക്കോ 3 മണിക്കോ 10 മണിക്കോ അവരിഷ്ടം പോലെ എഴുന്നേറ്റ് വരട്ടെ. ഒന്നും മിണ്ടിയേക്കരുത്. കാരണം ഇത്രയും കാലം മരുമോള് കഞ്ഞി വെച്ചു വന്നല്ലോ കുടിച്ചത്, അല്ലേ? നമ്മൾ തന്നെയല്ലേ ചെയ്തത്. അത് തന്നെ 1 വർഷം കൂടെ എന്ത് ചെയ്യണം? മാതാപിതാക്കൾ ചെയ്യണം. കാരണം തണല് കൊടുക്കണമെന്ന് വചനമാണ്. അത് കുര്യാച്ചൻ പാസ്റ്റർ നമ്മുടെ ആരുടെ ആശയമൊന്നുമല്ല, വചനമാണ്, ദൈവമാണ് പറഞ്ഞത്. 1 വർഷം സഹിക്കണം. 1 വർഷം കഴിയുമ്പോഴോ മോളത് ശീലമാക്കണം. കാരണം എന്താണ്, അല്ലേ? കാരണം ഇനി ഞാൻ എഴുന്നേറ്റില്ലെങ്കിലും കുഴപ്പമില്ല, അമ്മ ചെയ്തോ. അല്ല, 1 വർഷം കഴിയുമ്പോൾ മോള് പറയണം, അമ്മ ഇത്രയും കാലം കഷ്ടപ്പെട്ടില്ലേ, ഞാൻ രാവിലെ എഴുന്നേക്കാം, അല്ലേ? ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം, ഞാൻ കാപ്പി ഉണ്ടാക്കാം, ഞാൻ ചായ ഉണ്ടാക്കാം. ആര് പറയണം? മോള് പറയണം. ഇനി ശ്രദ്ധിച്ചോളണേ, ജീവിതത്തിൽ ഇതൊക്കെ എടുത്തോളണം മക്കളെ. കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സക്കറിയ പാസ്റ്റർ അവിടെ ആ മീറ്റിംഗ് കഴിഞ്ഞ് സംസാരിച്ചപ്പോ ഓരോ ദേവദാസൻ പറഞ്ഞു, കുടുംബം എന്നുള്ളൊരു വിഷയം അങ്ങനെ താനും ആ ഒരു ക്ലാസ് ഇങ്ങനെ എടുത്ത സമയത്താണ് പറഞ്ഞു, അമേരിക്കയിലൊക്കെ 60-70% വിവാഹമോചനം നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോ എന്ന് പറഞ്ഞപ്പോ മറ്റൊരു ദിവസം പറഞ്ഞു, പാസ്റ്റർ അത് തെറ്റാണ്, ഇപ്പൊ 80% നടക്കുവാണ്, അതിൽ കൂടുതലാണ്. ഇത് നോക്കി, കല്യാണം കഴിഞ്ഞു 1 വർഷം കഴിയുന്നതിന് മുമ്പ് എന്താകുന്നു? ഡിവോഴ്സ് ആകുന്നു, അല്ലേ? ഡിവോഴ്സ് ആകുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ? വേറെ നടത്താൻ വേദോത്സവം പ്രമാണമുണ്ടോ? ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ വേറെ വിവാഹം കഴിച്ചാൽ വ്യഭിചാരിണി എന്നാണ് വേദോത്സവം പറയുന്നത്. വിവാഹമോചനം ദൈവം വെറുക്കുന്നു. അതുകൊണ്ട് വിവാഹമോചനത്തിലേക്ക് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ ഭാര്യാഭർത്താക്കന്മാരും മാതാപിതാക്കളൊക്കെ കിണഞ്ഞ് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ യാദൃശ്ചികമായിട്ടാണ് 31-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നത്. സമയം പോകുന്നു. അപ്പോ നമ്മൾ വായിച്ചതാണ്, ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്താൽ, സദൃശവാക്യം 17-13. ഒരുവൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്താൽ, ഒരുവൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. അല്ലേ? ആ തിന്മ ദൈവഹിതപ്രകാരമാണോ അല്ലയോ? അല്ല, അത് നമ്മൾ വരുത്തി വയ്ക്കുന്നതാണ്.
അങ്ങനെ ഒരു തിന്മ വരുത്തി നമുക്ക് നന്മ ചെയ്തവർക്ക് നമ്മൾ ഒരിക്കലും, പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലത്ത് ഓർക്കണം. ചിലപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പശ്ചാത്തലം എന്നാണെന്നറിയോ? പ്രിയമുള്ളവരെ, ഒരു വ്യക്തി നന്മ ചെയ്തുകൊണ്ടിരുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു തിന്മ ചെയ്താൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത നന്മ മുഴുവൻ എന്ത് ചെയ്യുകയാണ്? മറക്കുവാണ്. മറക്കാൻ പാടുണ്ടോ? ഇപ്പൊ ഒരു തിന്മ ചെയ്തു എന്നുള്ളത് ശരിയാ, പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത നന്മ മറക്കാമോ? നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ ഞെരുക്കത്തിൽ, നമ്മുടെ ബുദ്ധിമുട്ടിലൊക്കെ നമ്മെ സഹായിച്ച, അല്ലേ? ഇപ്പൊ ഞാൻ ഒരു കുഞ്ഞുണ്ടായിട്ട് ഒരാഴ്ച ആയുള്ളൂ. അപ്പൊ ഞാനിപ്പോ ലിസിയുടെ ബന്ധപ്പാട് ഓർക്കുകയാണ്. ആ കുഞ്ഞിന് വേണ്ടി എന്ത് ചെയ്യാ? ബന്ധപ്പെടുകയാണ്, അല്ലേ? പ്രിയമുള്ളവരെ, ആദ്യം സ്വന്തം മക്കൾക്ക് വേണ്ടി ബന്ധപ്പെട്ടു, ഇപ്പൊ മക്കളുടെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? ബന്ധപ്പെടുകയാണ്. അതൊക്കെ അമ്മയുടെ ഉത്തരവാദിത്വം ചെയ്യുന്നു. കാലുവേദനയും നടുവേദനയും ഒക്കെ ഉണ്ട് ഇതിന്റെ കൂടെ, പക്ഷെ എന്നാലത് സന്തോഷത്തോടെ ചെയ്യുകയാണ്. സന്തോഷത്തോടെ ചെയ്യുകയാണ്. ഇനി ഈ കുഞ്ഞ് വളർന്നു വന്ന് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ അമ്മയുടെ നേരെ എന്ന് പറയുകയാണ്, കുത്തുവാക്കോ വേദനിപ്പിക്കുന്ന വാക്കൊക്കെ പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ അമ്മ ഓർക്കുന്ന കാര്യം എന്തായിരിക്കും? അല്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ ആ മനസ്സ് വേദനിക്കുമല്ലേ? നന്മയ്ക്ക് പകരം എന്ത് ചെയ്യുന്നു? തിന്മ ചെയ്യുന്നു. തിന്മ വിട്ടുമാറുമോ? പ്രവാചകന്മാരും ഒന്ന് പ്രാർത്ഥിച്ചാൽ മാറുമോ? ഉപവാസ പ്രാർത്ഥന വെച്ചാൽ മാറുമോ? പിന്നെ മാറിയ ഒന്നേ ഉള്ളൂ, തെറ്റിപ്പോയി കർത്താവ്. അനുദപിച്ചാൽ, ഹൃദയം തകർന്നാൽ, കർത്താവിന്റെ കാൽക്കൽ വീണ് കരഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നു ദൈവം കരുണ കാണിക്കുമെന്നാണ്. ദൈവം ഒരു മനസ്സിൽ, പക്ഷെ അവിടെ ഹൃദയ തകർച്ച ആവശ്യമുണ്ട്. പോകട്ടെ പ്രിയമുള്ളവരെ, ഇപ്പൊ ദൈവഹിതപ്രകാരമല്ലാത്ത കഷ്ടമെന്ന് പറയുന്നത് തിന്മ ചെയ്തിട്ടുണ്ടാകുന്ന കഷ്ടമാണ്. പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ തുടർന്ന് നമ്മൾ വായിക്കുന്ന വാക്യം 1 പത്രോസ് 4:15 വാക്യം, അത് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, എങ്കിലതൊന്ന് വായിക്കാം. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളിൽ കൊലപാതകനാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? കഷ്ടമുണ്ടാകും. പിന്നെ പരകാര്യത്തിൽ ഇടപെടുന്നവനാണെങ്കിൽ കഷ്ടമുണ്ടാകും, അല്ലേ? അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തിനാ ഈ പരകാര്യത്തിൽ നമ്മൾ ആവശ്യമില്ലാതെ ഇടപെടുന്നേ? അല്ലേ? മറ്റുള്ളവരുടെ കാര്യത്തിലേ വെറുതെ നമ്മൾ എന്തിനാ ഇടപെട്ടാ നമ്മൾ നന്മ പറഞ്ഞു കൊടുക്കണം, അല്ലേ? ഫോണൊക്കെ വിളിച്ചിട്ട് നമ്മളിങ്ങനെ ചോദിക്കുകയാണ്. നമുക്കെങ്ങനെ അറിയാൻ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടാകും, അല്ലേ? ഒരു കുടുംബത്തിലൊക്കെ ഒരു വിഷയം ഉണ്ടെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വലിയ ആഗ്രഹമൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എപ്പോഴും നന്മയായിരിക്കണം. നിങ്ങളത് എങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോ ഒരു ഞാനും എന്റെ ഭാര്യയും കൂടെ വീട്ടിൽ വടക്കാണെങ്കിൽ, പ്രശ്നമാണെങ്കിൽ, നിങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറയുന്ന മുഴുവൻ എന്തായിരിക്കും? ലിസിയുടെ കുറ്റമായിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ പറയണ്ടേ? നീ സാധാരണ എന്താ പറയുക? എന്നാലും ഈ ലിസി കൊച്ചമ്മ ഇങ്ങനെയല്ലേ, അവൾ എന്തൊരു സ്ത്രീയാ, ഇതൊക്കെ ആയിരിക്കില്ലേ പറയുക. ശരിക്ക് പറയേണ്ടത് എന്താ? ശരിക്ക് നിങ്ങൾ പറഞ്ഞു തരേണ്ട ഉപദേശം എന്താണ്? പറഞ്ഞേ, എന്ത് ഉപദേശം പറയണ്ടേ എന്നോട്? ക്ഷമിക്കണം. പിന്നെ പാസ്റ്റർ ഇന്നലെ പ്രസംഗിച്ചേ എന്ത് ചെയ്യണമെന്ന്? ക്ഷമിക്കണമെന്ന്, അല്ലേ? അപ്പൊ ക്ഷമ പാസ്റ്റർക്ക് ഉണ്ടോന്ന് അറിയണമെങ്കിൽ ലിസി കൊച്ചപ്പ എങ്ങനെ ആയാലല്ലേ പറ്റുള്ളൂ. ഇവിടെയല്ലേ ഈ ടെസ്റ്റ്, പരീക്ഷ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ പിന്നെ അധികം ഞാൻ ഫോൺ വിളിക്കുവോ? അല്ലേ? അല്ലെ, ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ മനസ്സിലാക്കുന്ന ഗൗരവം മനസ്സിലാക്കുന്ന കുടുംബങ്ങളിൽ, അല്ലേ? എന്താ ഫ്രണ്ട് സഹോദരൻ നമ്മൾ മനസ്സിലാക്കുന്നേ? ഇപ്പോ എന്നെ ഭാര്യയുടെ വിഷയം, മകളുടെ കാര്യം എന്തു പറഞ്ഞാലും നമ്മൾ വചനത്തിൽ നിന്നാണ് പറഞ്ഞു കൊടുക്കണ്ടേ. കേട്ട വിഷയം അത് ശരിയാണ്. പ്രിയമുള്ളവരെ, മക്കൾ അങ്ങനെ ചെയ്തെന്നുള്ളത് ശരിയാണ്. അങ്ങനെ മക്കൾ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഉപദേശം കൊടുക്കേണ്ടത്, അല്ലേ? മാതാപിതാക്കൾ അങ്ങനെ പെരുമാറിയാൽ മക്കൾക്ക് എന്ത് ഉപദേശം കൊടുക്കണം? വചനം പറയുന്ന ഉപദേശം കൊടുക്കണം. പാസ്റ്റർ അങ്ങനെ പെരുമാറിയാൽ എന്തുപദേശം കൊടുക്കണം? വചനം പറയുന്ന ഉപദേശം കൊടുക്കണം. അതായത് നന്മ ഉപദേശിക്കുന്നവരാകണമെന്ന് പറഞ്ഞത്. പരകാര്യത്തിൽ ഇടപെട്ടാൽ, ആവശ്യമില്ലാതെ ഇടപെട്ടാൽ കഷ്ടം സഹിക്കേണ്ടി വരും. അത് ദൈവഹിതപ്രകാരമുള്ള കഷ്ടമല്ല. അടുത്ത വാക്കെന്താണ്? ക്രിസ്ത്യാനിയായിട്ട് അല്ല 15 വാക്യം, നിങ്ങളിൽ ആരും കൊലപാതകനോ. നമ്മൾ ആരെങ്കിലും കൊലപാതകനാണോ? സഭയിൽ ആരെങ്കിലും കൊലപാതകന്മാരുണ്ടോ? ഇല്ല, അല്ലേ? 1 യോഹന്നാൻ 3:15 വായിച്ചു നോക്കിക്കേ. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകൻ, അല്ലേ? അപ്പോ സഹോദരിയെ പകച്ചാലോ? കൊലപാതകിയാണ്. കൊല്ലണ്ട, അല്ലേ? എനിക്ക് കൂട്ടു സഹോദരനോട് ദൈവം, ഇതൊക്കെ നമ്മൾ ദിനംതോറും ഞാനും നിങ്ങളും നേരിടുന്ന പ്രശ്നമാണ്.
ഞാനിത് പറയുന്നതുകൊണ്ട് ഞാൻ ഇതിന് അന്യൊന്നും അല്ല. പക വരില്ലേ? അല്ലേ? ചിലപ്പോൾ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് വരും അല്ലേ? പക്ഷേ വീട്ടിൽ ചെന്ന് പ്രിയമുള്ളവരെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ വേദപുസ്തകം തുറക്കുമ്പോൾ വരുന്ന എന്താ? സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാണ് അല്ലേ? യാതൊരു കൊലപാതകന്റെയും ഉള്ളിൽ എന്തില്ല? നിത്യജീവൻ വസിച്ചിരിപ്പില്ല. അപ്പൊ പിന്നെ മാർഗം എന്താ? പകയ്ക്കരുത്, സ്നേഹിക്കണം, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉള്ളിൽ നിന്ന് കയ്പ് പോണം, ആ പക പോണം. അപ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അവിടെയാണ് ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത് അല്ലേ? കൊലപാതകൻ. പിന്നെന്താ വായിക്കുന്നേ? കള്ളൻ. പിന്നെ അതല്ലേ വായിച്ചേ? കൊലപാതകനോ യാതൊരു കൊലപാതകനും അല്ല. പത്രോസിന്റെ ലേഖനത്തിൽ നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ കള്ളനോ. നമ്മൾ കള്ളന്മാരാണോ? നാട്ടുകാരൊക്കെ പറയും പെന്തക്കോസുകാരാരാന്ന്, കള്ളന്മാരാന്നൊക്കെ. അത് അവര് പറഞ്ഞോട്ടെ. പക്ഷെ നമ്മള് കള്ളന്മാരാണോ? ആണോ? ആരാണ് കള്ളൻ? വേദോത്സവം വായിക്കുമ്പോ കള്ളൻ ആരാണ്? നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അറിയാവുന്നൊരു വാക്യമുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു വാക്യം ആരുടെ മനസ്സിലേക്ക് വരുന്നില്ലേ? കള്ളൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവനാണ് കള്ളനാകുന്നു അല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നു, സഹോദരനെ എന്ത് ചെയ്യുന്നു അല്ലേ? അതാര് പറഞ്ഞതാ? കർത്താവ് പറഞ്ഞതാ അല്ലേ? മറ്റൊരു വാക്യമുണ്ട്, 1 യോഹന്നാൻ 2:4 വായിച്ചു നോക്കിക്കേ. 1 യോഹന്നാൻ അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു അല്ലേ? അവനെ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ ദൈവജനത്തോട് ഒരു നീതിയും കാണിക്കുന്നില്ല. അവൻ ആരാണ്? കള്ളനാണ്. കള്ളനാണെങ്കിൽ എന്തുണ്ടാകും? എന്തു സംഭവിക്കും? കഷ്ടം വരും അല്ലേ? കഷ്ടം വരും. തിരുവെടുത്ത് പറയുന്നു, കള്ളനായിട്ടല്ല, കൊലപാതകനായിട്ടല്ല, ദുഷ്പ്രവർത്തിക്കാരനായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. അപ്പൊ നമ്മളിപ്പോ 4 കാര്യം ചിന്തിച്ചു. എന്തൊക്കെയാണ്? തിന്മ പ്രവർത്തിക്കുന്നവർക്ക് കഷ്ടം വരും, സഹോദരനെ പകയ്ക്കുന്നവർക്ക് കഷ്ടം വരും, പിന്നെ ദൈവത്തെ അറിഞ്ഞുവെന്ന് പറയുകയും കർത്താവിന്റെ വചനത്തിന് പ്രാധാന്യമില്ലാതെ പോയാൽ കഷ്ടതയുണ്ടാകും. പ്രിയമുള്ളവരെ, അതുപോലെ നാം ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ്, ദുഷ്പ്രവൃത്തിക്കാരായി ജീവിച്ചാൽ കഷ്ടതയുണ്ടാകും. മറ്റൊരു വചനം ഇതിനോട് ചേരുന്നതാണ്. സങ്കീർത്തനം 107 10, 11, 12 വാക്യങ്ങൾ നമ്മളത് ഇരിക്കുമ്പോൾ വായിച്ചിട്ടുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107 10, 11, 12 വാക്യം. ഇതൊന്നും വിശദീകരിക്കാതെ നിങ്ങൾക്ക് ഈ സന്ദേശം വീണ്ടും കേൾക്കുമ്പോൾ നമുക്കത് ഓർക്കാനും അനുദപിക്കാനുമുള്ള അവസരത്തിന് വേണ്ടി ഈ വചനം കൂടെ പറഞ്ഞു പോവുകയാണ്. വായിച്ചാട്ടെ. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. ആർക്കാണ് കഷ്ടതയുണ്ടാകുന്നത്? ദൈവവചനത്തോട് നമ്മൾ മത്സരിച്ചാൽ. ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ അല്ലേ, നിങ്ങൾക്കിപ്പോ എല്ലാം കുറിച്ചിടാൻ മാർഗം കിട്ടിയത് വരില്ലായിരിക്കാം. പക്ഷെ നമുക്ക് ഈ സംവിധാനം, റെക്കോർഡിംഗ് സംവിധാനം ദൈവം തന്നു. ഇത് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുമ്പോൾ വീണ്ടും വീണ്ടും ഇത് കേൾക്കണം. വീണ്ടും വീണ്ടും നമ്മളിത് കേൾക്കാൻ അവസരം എടുക്കണം. എന്തിനു വേണ്ടിയാണ്? പാസ്റ്ററുടെ നന്മയ്ക്ക് വേണ്ടി ആണോ? അല്ല, നമ്മുടെ വ്യക്തിപരമായ നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലേ? ഇവിടെ നമ്മൾ വായിച്ചു, വചനത്തോട് മത്സരിക്കുന്നവൻ അവൻ അവരുടെ ഹൃദയത്തെ എന്തു ചെയ്യുന്നു? കഷ്ടത കൊണ്ട് താഴ്ത്തി. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വചനം 2 തിമോത്തിയോസ് 6:8-9 വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന് വായിക്കാമോ? 2 തിമോത്തിയോസ് 6:8-9 വാക്യങ്ങൾ. ഇനി നീതിയുടെ കിരീടം എനിക്ക് 1 തിമോത്തിയോസ് 6:8-9. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ഇവിടെ എന്താണ് നാം വായിക്കുന്നത്? ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യും. ധനികന്മാരാകാൻ, തൃപ്തിയില്ലാതെ
പ്രിയമുള്ളവരെ, എത്ര ലഭിച്ചതിലും തൃപ്തിയില്ല. ആത്മീയ കാര്യങ്ങളൊന്നൊരു വിഷയമല്ല. എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം, എങ്ങനെയെങ്കിലും നേട്ടമുണ്ടാക്കണം, അതിനുവേണ്ടിയുള്ള ഓട്ടമാണ്. പ്രിയമുള്ളവർ, വചനം പറയുന്നു, അങ്ങനെയുള്ളവർ കണിയിൽ അകപ്പെടും, കുടുക്കിൽ ദൈവമക്കളെ, ഓർത്തു നോക്കിക്കേ, ദൈവഭക്തിയിൽ ജീവിച്ചിട്ട് ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരാതിരിക്കുന്നുണ്ടോ? ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിച്ചിട്ട് ഇനി ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ ഞാൻ ഇട്ടേച്ച് പോവില്ലേ? ഞാൻ ഓർക്കുന്നു, എന്റെ ഒരു അമ്മയുടെ മൂത്ത സഹോദരന്റെ മകൻ ആദ്യത്തെ ഭാര്യ മരിച്ചു, രണ്ടാമത് വിവാഹം ചെയ്തു കഴിഞ്ഞ ദിവസം ഫോൺ വിളി വന്നു, വാർത്ത, ബാങ്കിൽ പോയതാണ്, ബാങ്കിൽ നിന്ന് അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു. ബാങ്കിൽ പോയി ആളുടെ പ്രതീക്ഷ എന്തൊക്കെയാ, പണം എടുത്ത് എന്തെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോയതാ. പക്ഷേ ബാങ്കിൽ നിന്ന് പൈസയും കൊണ്ട് എങ്ങോട്ട് വന്നില്ല, തിരിച്ചു വന്നില്ലെന്ന്, അവിടെ കുഴഞ്ഞു വീണും. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ, അല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധ കൊടുക്കേണ്ടത് ഏത് കാര്യത്തിനാണ്? ഇതിനെക്കുറിച്ച് തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന വാക്കാം 6:17 കൂടെ വായിക്കാമോ? 6:17 ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാൻ. അവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെച്ചോളണം. അപ്പൊ ദൈവത്തിൽ ആശ വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ദൈവിക കാര്യത്തിനായിരിക്കും എന്ത് പ്രാധാന്യം. കാരണം ഈ ദൈവം തരുമെന്നേ, ദൈവം നമ്മുടെ ആവശ്യം നടത്തി തരും. ദൈവിക കാര്യങ്ങൾക്ക് ഞാൻ മുൻഗണന കൊടുത്തു പോകുമ്പോ കാര്യങ്ങൾ ദൈവം നടത്തി തരും. അതാ വിശ്വാസത്തിന്റെ ഭാഗമെന്ന് പറയുന്നത്, അല്ലേ? അവിടെ പറയുന്നു, സകലതും നമുക്ക് ധാരാളമായി അനുഭവിക്കാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും. ആരെയാണ് ആജ്ഞാപിക്കാൻ പറഞ്ഞത്? ഇങ്ങനെ പറയേണ്ടത് ആരോടാണ്? 17-ാമത്തെ വാക്യം, ഈ ലോകത്തിലെ ധനവാന്മാരോട്, അല്ലേ? അപ്പോ ധനവാനാകാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കഷ്ടത വരുമെന്ന് വചനം പറയുന്നു. ആ കഷ്ടത ദൈവഹിതപ്രകാരമുള്ള കഷ്ടതയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, അപ്പോ നമ്മൾ ചിന്തിച്ചടുത്തൊരു ഭാഗം കൂടെ നമ്മൾ ഓർക്കുക. സദൃശവാക്യം 28-ാമത്തെ വാക്യം, 28-14. സദൃശവാക്യം 28-14. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും. ആരാണ് അനർത്ഥത്തിൽ അകപ്പെടുന്നത്? കഷ്ടത വരുന്നത് ഹൃദയത്തെ എന്ത് ചെയ്യുന്നു? കഠിനമാക്കുന്നു, അല്ലേ? ഹൃദയം കഠിനമാക്കുകയാണ്. ദൈവവചനങ്ങളൊന്നും നമ്മുടെ ഹൃദയത്തെ കേൾക്കുന്നുണ്ട്. നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു, പക്ഷെ നമ്മുടെ ഹൃദയം തകർത്തോ? ഹൃദയത്തിന്റെ കാഠിന്യം മാറ്റിയോ? എങ്ങനെയാ മാറ്റുന്നത്? പ്രിയമുള്ള, ഈ വചനത്തോട് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ എന്താണെന്ന് ഓർക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഹൃദയം തകർന്നാൽ, കർത്താവിനോട് പറഞ്ഞാൽ, 66-ാം യെശയ്യാവിന്റെ പുസ്തകം 66:2 വായിക്കുന്നത്, അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായവനെ ഞാൻ എന്ത് ചെയ്യും? കടാക്ഷിക്കും. യെശയ്യാവിന്റെ പുസ്തകം 66:2 വായിക്കുന്നു, വചനത്തിങ്കൽ വിറയ്ക്കുന്നവനെ കടാക്ഷിക്കുന്ന ഒരു ദൈവം. ദൈവമക്കളെ, ദൈവവചനം നമ്മുടെ ഹൃദയത്തെ തകർക്കുന്ന അനുഭവമുണ്ടാകട്ടെ. നമുക്ക് ഇങ്ങനെ കഷ്ടത വരുന്ന കാര്യങ്ങൾ പറഞ്ഞ് അതിനൊരു ഉപസംഹാരം കുറിക്കുന്ന ഒരു വചനം കൂടെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്ന്, അത് നമുക്ക് വലിയ ധൈര്യം പകരുന്നതാണ്. 3:31, 32, 33 വാക്യം കൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം ഇന്ന് നിർത്താം. കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ. പ്രിയമുള്ളവരെ, ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. കർത്താവ് എന്നേക്കും എന്ത് ചെയ്യില്ല. അതിന്റെ അർത്ഥം എന്താ? തള്ളിക്കളയാനാണെങ്കിൽ ഈ വചനം കേൾപ്പിക്കണോ? അല്ലേ? തള്ളിക്കളയാനാണെങ്കിൽ ഈ വചനം കേൾപ്പിക്കണോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കർത്താവ് എന്നേക്കും എന്ത് ചെയ്യില്ല. പ്രിയമുള്ളവരെ, തിന്മ വന്നിട്ടുണ്ട്, ഹൃദയകാഠിന്യം വന്നിട്ടുണ്ട്, നന്മ ചെയ്തിട്ട് അവർക്ക് തിന്മ പ്രവർത്തിച്ചിട്ടുണ്ട്, ദൈവജനത്തിന്റെ മുമ്പിൽ കാഠിന്യം കാണിച്ചിട്ടുണ്ട്, മത്സരം വന്നിട്ടുണ്ട്, വെറുപ്പ് വന്നിട്ടുണ്ട്, വെറുപ്പ് വെച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവർ, നോക്കുമ്പോൾ കർത്താവിനോട് വന്നു തെറ്റ് ഉണ്ട് കർത്താവേ എന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷെ കർത്താവ് പറയുന്നു, കർത്താവ് എന്നേക്കും എന്ത് ചെയ്യില്ല, തള്ളിക്കളയില്ല.
തള്ളിക്കളയാനാണെങ്കിൽ ഈ സന്ദേശം നമ്മളെ കേൾപ്പിക്കുവോ? ഈ സന്ദേശം നമുക്ക് തരുമോ? ഇല്ല ദൈവമക്കളെ, കർത്താവ് തള്ളിക്കളയില്ല. അടുത്ത വാക്യം എന്താ? അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയയ്ക്കൊത്തവണ്ണം അവന് കരുണ തോന്നും. പിന്നെ മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത് മനസ്സുണ്ടായിട്ടല്ല പ്രിയമുള്ളവരെ. കാരണം തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നാം വിതയ്ക്കുന്നതാണ് കൊയ്യുന്നത്. പ്രിയ, തിന്മ വിതയ്ക്കുമ്പോൾ തിന്മ കൊയ്യുകയാണ്. നന്മ വിതച്ചാൽ നമുക്ക് നന്മ കൊയ്യാൻ പറ്റും. അതുകൊണ്ട് ദൈവമക്കളെ, നന്മ വിതയ്ക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ അറിവില്ലായ്മ കൊണ്ട്, ബുദ്ധിമോശം കൊണ്ട്, ഇല്ലേ, ഓരോ പ്രായത്തിലുള്ള എടുത്തുചാട്ടം കൊണ്ട് ഒക്കെ നമ്മൾ അവിവേകമായിട്ട് പലതും പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, വേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കർത്താവിന്റെ മേശയിലേക്ക് അടുത്തു വരുന്നതിന് മുമ്പേ നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ഏകാഗ്രമാക്കാം. ഒരു അനുതാപത്തിന്റെ, ഒരു കരച്ചിലിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. മാതാപിതാക്കളെ, മക്കളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ എങ്ങനായിരുന്നു? മക്കളെ കോപിപ്പിക്കരുതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ അവരെ കോപിപ്പിച്ചോ? അവരിൽ വൈരാഗ്യമുണ്ടാക്കിയോ? കർത്താവിനോട് പറയണം, കർത്താവേ, എന്റെ വാക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേദനയുണ്ടാക്കി, അവർക്ക് വെറുപ്പുണ്ടാക്കി, എന്നോട് ക്ഷമിക്കണമേ. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളോട് എങ്ങനായിരുന്നു? അവരുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട്, ദോഷം വന്നിട്ടുണ്ട്. പക്ഷെ വചനം പറയുന്നു, നിനക്ക് നന്മ വേണോ? നീ ദീർഘായുസ്സോടെ ഇരിക്കണോ? നിനക്ക് വേണ്ടി ഒരു നാൾ കഷ്ടപ്പെട്ട നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണം. തള്ളെ, തന്തേന്നൊക്കെ വിളിച്ച് അവരെ അപമാനിക്കരുത്. പ്രിയമുള്ളവരെ, അവരെ വേദനിപ്പിക്കരുത്. അവരുടെ ഹൃദയത്തിൽ വേദന പെട്ടെന്ന് മുറിവ് വരും. കാരണം ഒരു കാലത്ത് അവർ അതുപോലെ കഷ്ടപ്പെട്ടതാണ്. ദൈവമക്കളെ, ദൈവത്തോട് ഏറ്റുപറയാം, കർത്താവേ, വെളിപ്പാടില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ടുപോകുന്നു. എന്നാൽ വെളിപ്പാട് പ്രാപിക്കുന്നത് വചനത്തിലൂടെയാണ്. ഈ വചനം നമ്മളെ കണ്ണു തുറപ്പിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ കഷ്ടത നമ്മുടെ തെറ്റായ പ്രവൃത്തി കൊണ്ടാകരുത്. കർത്താവ് അനുവദിച്ചാൽ അടുത്ത കൂട്ടായ്മയിൽ ദൈവഹിതപ്രകാരമുള്ള കഷ്ടമെന്ന വളരെ മനോഹരമായ കാര്യം നമുക്ക് ചിന്തിക്കാൻ ദൈവം കൃപ തരട്ടെ. ഇന്ന് ഈ വചനത്തിന്റെ മുമ്പിൽ ഓൺലൈനില് വീണ്ടും ഈ വചനം കേൾക്കാൻ അവസരം ലഭിക്കുന്നവർക്കെല്ലാം ഒരു ശുദ്ധീകരണത്തിന് കാരണമാകട്ടെ. ഒരു വാക്യം കൂടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് കൂടെ വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. 1 പത്രോസിന്റെ ലേഖനം 4:1-2 വാക്യങ്ങൾ കൂടെ ഒന്ന് വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ കൂടെ. താങ്ക് യു ലോർഡ്. ആമേൻ. ജഡത്തിൽ കഷ്ടമനുഭവിക്കുന്നവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിയണം. എത്രയും വേഗം പാപം വിട്ടൊഴിയണം. കഷ്ടതകൾ മാറാനുള്ള മാർഗം എത്രയും വേഗം പാപം വിട്ടൊഴിയണം. പ്രിയമുള്ളവരെ, കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ആത്മാർത്ഥമായി ദൈവത്തോട് ആത്മപരിശോധന നടത്തി നമ്മുടെ കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമക്കളെ, മറ്റുള്ളവർ നോക്കി പറയട്ടെ, ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ആ കുടുംബം എത്ര അനുഗ്രഹിക്കപ്പെട്ടു. നമ്മുടെ കുടുംബം മൂലം ദൈവനാമം ദുഷിക്കപ്പെട്ടാൽ ഈ ശാപം നമ്മൾ എവിടെ കൊണ്ടുപോയി തീർക്കും? പ്രിയമുള്ളവരെ, ഒരു കുടുംബം പരാജയപ്പെടുമ്പോ അത് നോക്കി സഭയെ അവർ വിലയിരുത്തുകയല്ലേ? ഇതല്ലേ ദൈവസഭ? ഇതല്ലേ പ്രാർത്ഥനക്കാർ? നമ്മളെ അപമാനിക്കുകയല്ലേ? നമുക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞു മരിച്ച കർത്താവിന്റെ നാമം അപമാനിക്കപ്പെടുകയല്ലേ? കർത്താവിനെ നാം വീണ്ടും ക്രൂശിക്കുന്നവരായി മാറുകയല്ലേ? കർത്താവിനോട് പറയാം, കർത്താവെ ക്ഷമിക്കണമേ, എന്റെ അവിവേകം എന്നോട് ക്ഷമിക്കണമേ. കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, മാതാപിതാക്കളെ എല്ലാവരും അവരവരെ തന്നെ ശോധന ചെയ്യണമേ. ഈ വെളിപ്പാട് ദൈവം നമുക്ക് നൽകുന്നതിന് ദൈവത്തോട് നന്ദി പറയാം. അല്ലെങ്കിൽ കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ല എന്നുള്ളത് നമുക്കൊരു ധൈര്യമാണ്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ കരുണ ലഭിക്കും.
ക്രൂശിലേക്ക് നോക്കാം. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിച്ചത്, രക്തം ചിന്തിയത്, ശരീരം തകർക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? എന്നെയും നിങ്ങളെയും കുറ്റമില്ലാത്തവരായി ദൈവമുമ്പിൽ നിർത്താൻ വേണ്ടിയാണ്. മക്കളെ, വചനം അത് വീണ്ടും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. 1 പത്രോസിന്റെ ലേഖനം 3:17 നാം വായിച്ചു. 18ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്കു വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. തിരുവത്താഴ ശുശ്രൂഷയിൽ നാം ഇപ്പോ പങ്കെടുക്കുമ്പോൾ ഈ സന്ദേശം നാം ഓർക്കണം. അവിടുന്ന് നീതിമാനായി നീതി കെട്ടവർക്കു വേണ്ടി അവിടുന്ന് കഷ്ടമനുഭവിച്ചു. നീതി കെട്ടവർക്കു വേണ്ടി. പ്രിയമുള്ളവരെ, നമ്മുടെ പാപമാണ് യേശുവിന്റെ ശരീരം തകർക്കപ്പെടാനിടയായത്. ഇനിയും നാം കർത്താവിനെ ഒരിക്കലും ക്രൂശിക്കുന്നവരാകാൻ ഇടയാകരുത്. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കർത്താവെ എന്നോട് ക്ഷമിക്കണം. നമുക്ക് ദൈവത്തോട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നിൽക്കാൻ എനിക്ക് കൃപ വേണം കർത്താവെ. കൃപയുള്ള വാക്ക് പറയാൻ എന്നെ സഹായിക്കണം കർത്താവെ. ക്ഷമിക്കാൻ എനിക്ക് കൃപ വേണം കർത്താവെ. ഹല്ലേലൂയ. മറ്റുള്ളവരെ ഫോൺ വിളിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ആത്മീയ വർധന വരുത്താൻ എന്നെ സഹായിക്കണമേ കർത്താവെ. ദൈവമേ, കൂടുതൽ പ്രകോപനം ഉണ്ടാക്കി കൊടുക്കുന്നവരായിട്ടല്ല, അവരുടെ കോപത്തെ ശമിപ്പിക്കുന്ന, അവരെ ശാന്തരാക്കുന്ന, അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന വാക്കുകൾ പറയാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു ലോർഡ്. ക്രിസ്തുവും ഒരിക്കൽ നീതിമാനായിരുന്നവൻ നീതികെട്ടവർക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു.